പരാതിക്കാരന് സംശയങ്ങൾ മാത്രമേ ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. വസ്തുതകളൊന്നും, അതായത് കേസെടുത്ത് അന്വേഷിക്കാൻ മാത്രമുള്ള വസ്തുതകളൊന്നും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി പറയുമ്പോൾ ഈ വിഷയത്തിൽ പുകമറകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണോ? അങ്ങനെയല്ല അഭിലാഷ, നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. നമ്മൾക്കിപ്പോൾ ഈ സമൂഹത്തിൽ രാഷ്ട്രീയ നേതൃത്വവും അല്ലെങ്കിൽ ഭരണ നേതൃത്വവുമായി ബന്ധപ്പെട്ട അഴിമതിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പരാതിക്കാരൻ്റെ മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള രേഖകൾ, അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങൾ, അദ്ദേഹത്തിൻ്റെ സംശയങ്ങൾ, കണ്ടെത്തലുകൾ ഇതെല്ലാം വെച്ചിട്ടായിരിക്കും പരാതി ഡ്രാഫ്റ്റ് ചെയ്യുക. സ്വാഭാവികമായിട്ടും അത്തരം സാഹചര്യങ്ങളിൽ പിന്നീട് അന്വേഷണത്തിലൂടെയാണ് അതിനെ ഫർണിഷ് ചെയ്യുന്ന രേഖകൾ കണ്ടെത്തുകയും അഴിമതി കേസുമായി മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്ന ആ ഒരു സംശയം, അതായത് സംശയങ്ങൾക്കപ്പുറത്ത് പൂർണ്ണമായിട്ടുള്ള എവിഡൻസുകൾ ഇല്ല എന്നുള്ളതിനെ ആ ന്യായത്തെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ഹൈക്കോടതി വിധിയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, സംശയമുണ്ട്. ആ സംശയം കാതലായ സംശയങ്ങൾ തന്നെയാണ്. പൂർണ്ണ വിവരങ്ങളില്ലെങ്കിലും സംശയം കാതലായിട്ടുള്ളതാണ്, സംശയങ്ങളുണ്ട്, നിലനിൽക്കുന്നതാണ്. രണ്ട്, കീഴ്ക്കോടതിയുടെ വിധിയിൽ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ പ്രേരിതം എന്നുള്ള വാചകം തന്നെ ഒഴിവാക്കിയിരിക്കുന്നു. ഇത് രാഷ്ട്രീയ പ്രേരിതമല്ല. ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് സംസ്ഥാനത്തെ ഭരണകർത്താക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഴിമതി ആരോപണം ഉന്നയിക്കുക എന്നുള്ളത് ഒരു പൊതു താല്പര്യമാണ് എന്നുള്ള കാര്യം അവിടെ വെളിവാക്കപ്പെടുന്നു. മൂന്നാമത്തത്, മേൽക്കോടതിയിലേക്ക് പോകാം, അപ്പീൽ പോകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. ഇതെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ SFI ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങൾ നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ചില ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലാതെ വരുന്നു. ഇവിടെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്നില്ല എന്നുള്ളതിനപ്പുറം നമ്മുടെ മുമ്പിലുള്ള ചില ചോദ്യങ്ങളുണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ CMRL കമ്പനിക്ക് കൊടുത്ത സേവനം എന്താണ്? എന്തിനാണ് അവർ 1,72,00,000 രൂപ വാങ്ങിയത്? ആ സേവനം പറയാനായിട്ട് ഈ പാർട്ടിയുടെ അടിത്തറ ഇളകുന്ന അത്രയും സാഹചര്യം ഉണ്ടായിട്ട് പോലും വീണ വിജയൻ ആ കമ്പനിക്ക് കൊടുത്ത സേവനം എന്താണെന്ന് പുറത്തു പറയാൻ ധാരണയില്ല. ഇത് രാജ്യത്തിന്റെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രതിരോധ രഹസ്യമൊന്നുമല്ലല്ലോ. രണ്ടാമത്, ഈ ഇത്ര വലിയ സേവനം 1,72,00,000 രൂപയുടെ സേവനം കൊടുത്ത കമ്പനി എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഡോർമെന്റ് ആണെന്ന് പ്രഖ്യാപിച്ചു ഈ വലിയ സേവനം? അതായത് വീണ തൈക്കണ്ടിയിൽ എന്ത് സേവനമാണ് ഈ CMRL എന്ന് പറഞ്ഞ കമ്പനിക്ക് കൊടുത്തത്? ഇവർ നൽകിയ തുകയ്ക്ക് മതിയായ സേവനം കൊടുത്തിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ആ കമ്പനി പിന്നീട് വൈൻഡപ്പ് ചെയ്തത്? തുടങ്ങിയ കാര്യങ്ങൾ കമ്പനി കാര്യ മന്ത്രാലയം പരിശോധിക്കുന്നുണ്ടല്ലോ. അതിന് SFIയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ പൊതുപ്രവർത്തകർ, പബ്ലിക് സർവൻസ് അഴിമതി കാണിച്ചിട്ടുണ്ടോ? ഈ സേവനത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ക്വിഡ് പ്രോക്കോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ മറ്റേതെങ്കിലും പൊതുസേവകരുടെ ഭാഗത്തു നിന്നോ ഈ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണല്ലോ വിജിലൻസ് അന്വേഷണത്തിന് ആസ്പദമാക്കേണ്ട വസ്തുത. അതായത് PC ആക്ട് അനുസരിച്ച്, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് കേസെടുക്കാവുന്ന എന്തെങ്കിലും മെറ്റീരിയൽ ഇക്കാര്യത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണല്ലോ ഇവിടുത്തെ പരിശോധന. മറ്റേ പരിശോധന SFI നടത്തുന്നുണ്ട്. അപ്പോൾ അക്കാര്യത്തിൽ, അതായത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിന്റെ ക്യാബിനറ്റോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട പൊതുസേവകരോ ആരെങ്കിലും ഈ കമ്പനിക്ക് വഴിവിട്ടതോ അല്ലാത്തതോ ആയ സഹായം നൽകിയിട്ടില്ല എന്നുള്ളത് കോടതിക്കും ബോധ്യമാവുന്ന കാര്യമാണല്ലോ. അങ്ങനെ വഴിവിട്ട സേവനങ്ങളൊന്നും നൽകിയിട്ടില്ല എന്ന് കോടതിയുടെ പരാമർശത്തിലില്ല. സംശയങ്ങളുണ്ട്, അതിനെ സാധൂകരിക്കുന്ന പൂർണ്ണമായിട്ടുള്ള എവിഡൻസുകൾ ഇല്ല എന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം അഭിലാഷ സൂചിപ്പിക്കട്ടെ. വീണ തൈക്കണ്ടിയിൽ ആരാണ്? മുഖ്യമന്ത്രിയുടെ മകളാണ്, അല്ലേ? വീണ തൈക്കണ്ടിയിൽ മാസപ്പടി 1,72,00,000 രൂപ മാസപ്പടി കിട്ടിയത് എന്ത് സേവനത്തിനാണെന്ന് ഇതേവരെ പുറത്തു പറയാൻ ധൈര്യം കാണിക്കാത്ത വീണ തൈക്കണ്ടിയിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളാണ്. മലിനീകരണ നിയന്ത്രണ വകുപ്പ് മന്ത്രി പിണറായി വിജയന്റെ മകളാണ്. വിജിലൻസ് ആൻഡ് അഴിമതി അത് അന്വേഷിക്കുന്ന നിയന്ത്രണ വകുപ്പിന്റെ മന്ത്രിയായിട്ടുള്ള പിണറായി വിജയന്റെ മകളാണ്. നയ തീരുമാനങ്ങൾ, ഈ സർക്കാരിന്റെ പ്രധാനമായിട്ടുള്ള നയ തീരുമാനങ്ങൾ എടുക്കുന്ന വകുപ്പിന്റെ മന്ത്രിയുടെ മകളാണ് മാസപ്പടി വാങ്ങിയിട്ടുള്ള വീണ തൈക്കണ്ടിയിൽ. പൊതുമരാമത്ത് വകുപ്പ്, ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ജീവിത പങ്കാളിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ മാസപ്പടി കിട്ടിയിട്ട് അത് എന്തിനു പേരിൽ കിട്ടി എന്ന് പൂർണ്ണമായിട്ട് ആ കമ്പനിക്ക് പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ അത് സ്വാഭാവികമായിട്ടും ഈ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമല്ലേ എന്ന് സംശയിക്കുന്ന സാമാന്യ ബോധമുള്ള ഏതൊരു സാധാരണക്കാരനും ചോദിക്കാവുന്ന ചോദ്യമല്ലേ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് എന്ത് സേവനത്തിനാണ് പണം കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ ആ സേവനം കിട്ടിയിട്ടില്ലെന്ന് CMRL കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പിൽ പറയുന്നു. അത് പ്രകാരമാണ് ഈ കേസുകളെല്ലാം വെളിവാക്കപ്പെടുന്നത്. ഇനി ഒരു കാര്യം കൂടി ചോദിക്കാം. ഈ കേരള മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ളതിനപ്പുറം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രിവിലേജുകളും പ്രോമിനൻസുകളും ഒക്കെ അവകാശപ്പെട്ടുകൊണ്ട് ഇപ്പോഴും മുഖ്യമന്ത്രിയോടൊപ്പം ഒന്നിച്ച് താമസിക്കുന്ന വീണ തൈക്കണ്ടിയിൽ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു അഴിമതിക്കും സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ അത്രമാത്രം നിഷ്കളങ്കരല്ല ഈ സംസ്ഥാനത്തെ സാധാരണക്കാരും കോൺഗ്രസുകാരും എന്ന് എനിക്ക് പറയാനുള്ളത്. അവസാന ചോദ്യം വീണ്ടും നിലനിൽക്കുകയാണ്. എന്തായിരുന്നു ആ സേവനം? എന്തിനായിരുന്നു ആ സേവനം കൊടുത്തത് എന്നുള്ളത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമാണ്. ശരി.